കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ശബ്ദ സന്ദേശമുണ്ട്. ഒരു വൈദികനാണ് ഈ ശബ്ദ സന്ദേശത്തിൻ്റെ ഉടമ എന്നാണ് ഈ ശബ്ദ സന്ദേശം പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകളിൽ പറയുന്നത്. അത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപുഴ പള്ളിയിലെ വികാരി അച്ഛൻ്റെ ശബ്ദരേഖ ആണ് ഇത് കേൾക്കുക എന്ന് പറഞ്ഞാണ് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി ഇക്കാര്യം പ്രചരിക്കുന്നത്, ഈ ശബ്ദരേഖ പ്രചരിക്കുന്നതാകട്ടെ മുസ്ലിം യുവാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ഏറ്റവും അധികം ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. വൈദികനാണോ അല്ലെങ്കിൽ ആരാണോ അത് പറഞ്ഞത്, ആ ശബ്ദ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇതാണ്. ശബ്ദ സന്ദേശം കേൾക്കുന്നതിന് മുമ്പ് ഞാൻ ഉള്ളടക്കം പറയാം. കാരണം കുറച്ച് യുവാക്കൾ തൻ്റെ ഇടവക പള്ളിയിൽ ക്രിസ്മസ് കേക്ക് വിൽക്കാനായി വന്നുവെന്നും അവരോട് ഈ കേക്ക് ആരാണ് നിർമ്മിക്കുന്നത്, പാകപ്പെടുത്തുന്നത് എന്ന് തിരക്കിയപ്പോൾ അതൊരു മുസ്ലിം നാമധാരിയുടെ കടയിൽ നിന്നാണ്, മുസ്ലിം ആളുകളാണ് ഇത് പാകപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കേക്ക് നിർമ്മിക്കുന്നത് എന്ന് അറിയുകയും ചെയ്തു. അപ്പോഴത് വാങ്ങില്ല എന്ന് വികാരിയച്ഛൻ വിലക്കുന്നതാണ് ആ ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത്. ആ ശബ്ദ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ബേക്കറിയുടെ പേരെന്നാ? ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അപ്പോൾ അവർ പറഞ്ഞത് മുസ്ലിംസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട, നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ പറ്റും ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ ഞാനത് പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞാനത് പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിയാം ഇത് ഒരു വൈദികനല്ല പറയുന്നതെന്ന്. കാരണം ആ വരുന്ന യുവാക്കൾ ചേട്ട എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ തന്നെ അറിയാം ഏതോ ഒരാളാണ് ഈ സംഭാഷണം നടത്തുന്നത്, അത് വൈദികനല്ല എന്ന് വ്യക്തമാണ്. കാരണം വന്ന യുവാക്കൾ മറ്റൊരു ഇടവകയിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ എന്തുവാനും വൈദികനെ അച്ഛ എന്നേ വിളിക്കത്തുള്ളൂ, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് വൈദികന്റെ ശബ്ദ സന്ദേശമല്ലെന്ന് ആ ശബ്ദ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ ഉള്ളടക്കം തീർത്തും കേരളത്തിന് അന്യമായ ഒന്നാണ്. കാരണം കേരളത്തിലെ ജനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ഒരു മതത്തിനെതിരെയും അങ്ങനെ വിദ്വേഷം പറഞ്ഞു പരത്തുന്ന ആളുകളല്ല കേരളത്തിലെ വൈദികരെന്ന് ക്രൈസ്തവർക്കൊക്കെ അറിയാവുന്നതാണ്. ഇങ്ങനെ മതവൈര്യം സൃഷ്ടിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണ് ഈ ശബ്ദ സംഭാഷണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇത് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു യുവാവ്, വിദേശത്തുള്ള ഒരു യുവാവ്, മുസ്ലിം പേരുള്ള യുവാവ്, അദ്ദേഹത്തിൻ്റെ ശബ്ദവും നമുക്ക് കേൾക്കാം. ആ യുവാവ് ഈ വൈദികന്റെ നമ്പരൊക്കെ ഈ ശബ്ദ സംഭാഷണത്തിന്റെ ഉടമയായ ഈ കാഞ്ഞിരപ്പള്ളിയിലെ മുറിഞ്ഞപുഴ പള്ളിയുടെ വൈദികനെ ഫോണിൽ ബന്ധപ്പെടുന്നത് രാത്രിയാണ്, 10 മണിക്കൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ വൈദികൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നു, ഇതെന്താണ് സംഭവിച്ചത് ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ ശബ്ദവും ആദ്യത്തെ ശബ്ദ സംഭാഷണവും കേട്ടാൽ തന്നെ അറിയാം, രണ്ടും വ്യത്യസ്തമായ ശബ്ദമാണ്, വ്യത്യസ്തമായ പാറ്റേൺ ആണ് ഉച്ചാരണത്തിൽ പോലും. ആ ശബ്ദ സംഭാഷണത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവിച്ചത്, എന്താണ് നിങ്ങൾ കേട്ടത് എന്നൊക്കെ ചോദിച്ച ശേഷം പറയുന്നു, ഒരിക്കലും ഞാനിങ്ങനെ ഒരു സംഭവം പറയില്ല, ഒരിക്കലും ഞാനിങ്ങനെ ഒരാളോടും പറയില്ല. കാരണം ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഏകത്വത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരിക്കലും അങ്ങനെയുള്ള സ്പർദ്ധ വളർത്തുന്ന യാതൊരു സംഭവവും എൻ്റെ ഇടവകയിൽ നിന്നുണ്ടാകില്ല എന്ന് ആ വൈദികൻ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ആ ശബ്ദം കൂടി നമുക്ക് കേൾക്കാം. മുറിഞ്ഞപ്പുഴ അച്ഛനാണോ? അതെ അതെ. അച്ഛൻ, ഞാൻ അച്ഛന്റെ വോയിസ് കേട്ടിട്ട് അച്ഛന്റെ നമ്പർ തട്ടിയെടുത്തിട്ട് വിളിക്കുക. അച്ഛന്റെ വോയിസ് ഇങ്ങനെ വയറായിട്ട് വരുന്നുണ്ടല്ലോ. അച്ഛൻ അത് സത്യത്തിലാണോ? അച്ഛൻ പറഞ്ഞതാണത്?
എവിടുന്നാ വിളിക്കുന്നേ? ഞാനിപ്പോ കുവൈത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അച്ഛന് അത് കേക്ക് മുറിച്ച കാര്യം സത്യത്തിൽ അച്ഛൻ തന്നെ പറഞ്ഞതാണോ? അത് ഭയങ്കര വൈറലായിട്ട് വരുന്നു. ഒരുപാട് ക്ലിപ്പ് ഗ്രൂപ്പിലും അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. ആരാ വിളിക്കുന്നേ? അയ്യോ അച്ഛോ, എന്റെ പേര് കരീം എന്നാണ്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ സംസാരിക്കുന്നത് കുവൈത്തിൽ നിന്നാണ്. ഞാൻ ഈ വിവരം അറിയാൻ വിളിച്ചത്. എനിക്കൊരു മെസ്സേജ് ഒരു ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞുകൊണ്ടാണ്. അച്ഛനോണോ സംസാരിക്കുന്നത് വേറെ ആരാണോന്ന് അറിയില്ല. എന്നാലും ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്നറിയാൻ വേണ്ടിട്ടാ. എന്നാ പറഞ്ഞേ? ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത്, അവർ കുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10 കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല 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 ഇല്ല. അയ്യോ, എന്നാ പിന്നെ അച്ഛന്റെ പേരെന്താ? കാഞ്ഞിരപ്പള്ളി രൂപതയില് മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്ന ഒന്നുകൂടെ പറയാവോ? അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും. ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അതൊരു മുസ്ലിങ്ങളെ ബേക്കറിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു പോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവര് ഹലാലായിട്ട് പറഞ്ഞിട്ട് കുട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ വാങ്ങാൻ പാടില്ല, നമ്മളെ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പാണ്. എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ട് ഇങ്ങനെ ഇടവകയിൽ വന്നൊരു ക്ലിപ്പിനും പറഞ്ഞിട്ടാണ് അങ്ങനെ വരുന്നത്. വിട്ടുതരോ? ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളും സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അച്ഛനാണെന്ന് ഞാനും പറയുന്നില്ല കേട്ടോ. ഒരിക്കലും പറയില്ല. എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനാണ് ഇരിക്കുന്ന അച്ഛനാണ്. അച്ഛൻ ഞാൻ പറയുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം അച്ഛോ. അച്ഛൻ പറഞ്ഞല്ല ഞാൻ പറയുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞുതരാം. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരോ പറഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛന്റെ ഇടവകയിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം. ഏതോ സത്യത്തിൽ എഴുതിയ എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം അത് ഞാന് നമ്മളെന്തല്ലോ അച്ഛോ, ഇതിപ്പോ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു 10 ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പർദ്ദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അച്ഛൻ നേരിട്ട് വിളിക്കുന്നത്. അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാണ്. അച്ഛൻ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ഞാൻ ഒരിക്കലും പറയില്ല. വേറെ ആരും രാത്രി 10 മണിക്ക് വിളിച്ച് ബുദ്ധിമുട്ടിലൊക്കെ കഴിക്കണേ. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയണേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ ഇതൊന്നുമില്ല. എല്ലാരും അതിപ്പോ അച്ഛനായാലും ഞാനായാലും എല്ലാരും ഒരേ രീതിയിൽ ഞാൻ ഒരിക്കലും പറയില്ല. ഈ 2 ശബ്ദ സംഭാഷണങ്ങൾ നമ്മൾ കേട്ടല്ലോ. ഒന്ന് ഏതോ ഒരു വ്യക്തി പറയുന്ന മുസ്ലിം സഹോദരങ്ങൾ നിർമ്മിക്കുന്ന കേക്ക് വാങ്ങരുതെന്ന് ക്രിസ്ത്യാനികൾ ഉപദേശിക്കുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശം. 2, ആരുടെ പേരിലാണോ അത് പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തോട് വേറൊരു യുവാവ് ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്ന ശബ്ദ സംഭാഷണം. ഇത് 2 നമ്മൾ കേട്ട് കഴിഞ്ഞു. ഈ 2ൽ നിന്നും മനസ്സിലാക്കേണ്ട രണ്ടാമത്തത് ക്ലാരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ടതില്ല, വൈദികൻ എല്ലാ കാര്യവും പറയുന്നുമുണ്ട്. എന്നാൽ ആദ്യ ശബ്ദ സംഭാഷണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പോലീസ് അന്വേഷിച്ച് നടപടി എടുക്കേണ്ടതാണ്. കാരണം ഇത്തരമൊരു ശബ്ദ സംഭാഷണം മതേതര സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട ശേഷം പരസ്പരം സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലേക്ക് ആളുകളെ ഭിന്നിപ്പിക്കുന്നതിലേക്ക് മനഃപൂർവ്വം തയ്യാറാക്കിയ ശബ്ദ സന്ദേശമാണ്. അതുകൊണ്ട് അത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ട കടമ, ഉത്തരവാദിത്തം പോലീസിനുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വൈറലായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല എന്ന് പറയുന്നിടത്താണ് വലിയ വീഴ്ച. കാരണം ഇത്തരം ചെറിയ സംഭവങ്ങളാണ് വലിയ ലഹളകളിലേക്ക് ആളുകളെ നയിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ ഒരു ആസൂത്രിത ഗൂഢാലോചനയുണ്ട്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തമ്മിലുള്ള അടിയിൽ മുതലെടുപ്പ് നടത്തുന്നത് ഭൂരിപക്ഷ സമൂഹമായിരിക്കും. ആരായാലും ഈ ശബ്ദ സംഭാഷണം നടത്തിയ ആ വെറുപ്പിൻ്റെ ശബ്ദം പകരുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരൊക്കെയാണെങ്കിലും അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്, ആഭ്യന്തര വകുപ്പിനുണ്ട്, പോലീസിനുണ്ട്.